തഅളീമു മാ അല്ലമല്ലാഹ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക. അല്ലാഹു ബഹുമാനിച്ച വസ്തുക്കൾ, വ്യക്തികൾ, സ്ഥലങ്ങൾ, സന്ദർഭങ്ങൾ, വസ്തുക്കൾ, അതിനെയൊക്കെ ബഹുമാനിക്കുക എന്നത് ഈമാനിന്റെ അടിസ്ഥാനമാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കാതെ അവരെ നിസ്സാരപ്പെടുത്തുകയും തരം താഴ്ത്തുകയും ചെയ്യുന്നുണ്ടോ, അവർക്ക് ഈമാനില്ല, അവർക്ക് ഹിദായത്തില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ തകരാറ് ലോകത്ത് കഴിഞ്ഞു പോയ സർവ്വ പുത്തൻവാദികളിലും നിലനിന്നിട്ടുണ്ടെന്ന് ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാ തന്റെ തഫ്സീറുൽ കബീറിൽ ഒരു സ്ഥലത്തല്ല 12 ഡസൻ സ്ഥലങ്ങളിലായി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അത് കേരളത്തിൽ എന്നല്ല, ലോക തലത്തിൽ തന്നെ വഹാബികളുടെ എക്കാലത്തെയും സ്വഭാവമാണ്. അതിന്റെ ഭാഗമാണ് കേരളത്തിലെ വഹാബികൾ പറഞ്ഞില്ലേ, അഷ്റഫുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബർ ഷരീഫ് ഉൾക്കൊള്ളുന്ന പച്ച കുബ്ബ കേരളത്തിലെ മുജാഹിദുകൾക്ക് സൗദിയുടെ ഭരണം കിട്ടിയാൽ ഞങ്ങൾ 2ാമത്തെ ദിവസം അത് അടിച്ചു പൊളിച്ച് നിരപ്പാക്കുമെന്ന് പറഞ്ഞത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉയർന്ന നേതാക്കളാണെന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ഇതാണ് ഇവരുടെ സ്വഭാവം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ കൊച്ചാക്കിയവർ, റസൂലുള്ളാഹി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞവർ, മുഹയ്യദ്ദീൻ ശൈഖ് ശ്രീ ശങ്കരാചാര്യരുടെ തത്വശാസ്ത്രം അംഗീകരിച്ചവരാണെന്ന് പറഞ്ഞ ആളുകൾ പുത്തൻവാദികളുടെ സ്വഭാവമാണ്. അത് എക്കാലത്തെയും സ്വഭാവമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം.